അപ്പോൾ നമ്മൾ ഇന്ന് EMI എന്നുള്ള സബ്ജക്റ്റിൽ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്നുള്ളത് ഡാമ്പിംഗ് ടോർക്കിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ഒരു ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് 3 ടോർക്കുകളാണ് ആവശ്യമുള്ളത്. ഒന്ന് ഡിഫ്ലക്ഷൻ ടോർക്ക്, ഒന്ന് കൺട്രോളിങ് ടോർക്ക്, ഒന്ന് ഡാമ്പിംഗ് ടോർക്ക്. അപ്പോൾ നമ്മൾ ഡിഫ്ലക്ഷൻ ടോർക്ക് പറഞ്ഞിരുന്നത് എന്താണ്, ഒരു ഇൻസ്ട്രുമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോയിൻ്റർ ആദ്യം ഏത് പൊസിഷനിലായിരിക്കും? 0 പൊസിഷനിലായിരിക്കും. ആ 0 പൊസിഷനിൽ നിന്ന് പോയിൻ്റർ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടോർക്ക് ആവശ്യമുണ്ട്. ആ ടോർക്കിനെയാണ് നമ്മളെന്ത് പറയുക? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയാം. ഇനി കൺട്രോളിങ് ടോർക്ക് നമ്മളെന്താ പറഞ്ഞിരുന്നത്, ഏത് മാഗ്നിറ്റ്യൂഡാണോ അളക്കുന്നത് ആ മാഗ്നിറ്റ്യൂഡിൻ്റെ റേഞ്ചിൽ എത്തുമ്പോൾ എന്ത് ചെയ്യണം? ആ പോയിൻ്റർ അവിടെ സ്റ്റോപ്പ് ആവണം. അങ്ങനെ സ്റ്റോപ്പ് ആവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടോർക്കാണ് എന്ത്? കൺട്രോളിങ് ടോർക്ക്. അതേപോലെ തന്നെ എപ്പോഴാണോ നമ്മൾ ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുക്കുന്നത് അത് ഒഴിവായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ പോയിൻ്റർ തിരിച്ച് വീണ്ടും 0ലേക്ക് എത്തണം. അതിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? കൺട്രോളിങ് ടോർക്ക് ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് എന്ത്? ഡാമ്പിംഗ് ടോർക്ക് എന്താണെന്നുള്ളത്. അപ്പം നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും മാത്രമാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ആ പോയിൻ്റർ 0യിൽ നിന്ന് മൂവ് ചെയ്ത് ഏത് പോയിന്റിലാണോ നമുക്ക് എത്തേണ്ടത്, ഏത് മാഗ്നിറ്റ്യൂഡിലത്തെ വാല്യൂവിലാണോ എത്തേണ്ടത്, അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യും? ഒരു ഓസിലേഷന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അത് സ്റ്റഡി ആയിട്ട് നിൽക്കുകയുള്ളൂ. അതായത് നമുക്ക് പെട്ടെന്ന് ആ വാല്യൂ കിട്ടൂല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഓസിലേഷനൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാമ്പിംഗ് ടോർക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് 3 തരം ഡാമ്പിംഗ് ആണുള്ളത്. ഒന്ന് ഓവർ ഡാമ്പിങ്, ക്രിട്ടിക്കൽ ഡാമ്പിങ്, അണ്ടർ ഡാമ്പിങ്. അണ്ടർ ഡാമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഫിഗറിൽ കാണാൻ പറ്റും അണ്ടർ ഡാമ്പിങ് എന്താണെന്നുള്ളത്. എന്ത് ചെയ്യുന്നു? നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം എന്തായിരിക്കും? നല്ല ഓസിലേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ആ ഗ്രാഫിൽ കാണാൻ കഴിയും, വലിയൊരു ഗ്രാഫ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ചെറുതായി വരുന്നത്. അതെന്താണ്? നമ്മൾ ആ പോയിൻ്ററിൻ്റെ ഓസിലേഷനാണ് കാണിക്കുന്നത്. ആദ്യം എന്തായിരിക്കും? വലിയ ഓസിലേഷൻ ആയിരിക്കും, പിന്നെ അത് കുറഞ്ഞ് സ്റ്റഡിയായി വരും. ആ ടൈപ്പ് ഡാമ്പിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുക? അണ്ടർ ഡാമ്പിംഗ് എന്ന് പറയുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്നാണ്. അതായത് നമ്മളെ ഡാമ്പിംഗ് എല്ലാം പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 0 എന്നുള്ള പോയിൻ്ററിന് അത് പതുക്കെ മൂവ് ചെയ്ത് നേരെ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ട വാല്യൂ, അതായത് ആ മാഗ്നിറ്റ്യൂഡിൻ്റെ അതേ വാല്യൂവിൽ പോയി സ്റ്റോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറയും. ഇനി ഓവർ ഡാമ്പിംഗ് ആണ് പറയുള്ളത്. ഓവർ ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡാമ്പിംഗ് ഫോഴ്സ് എന്താണ്? വളരെ കൂടുതലാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 0 എന്ന് പോയിൻ്റർ എന്ത് വളരെ പതുക്കെ മൂവ് ചെയ്ത് ഒരുപാട് ടൈം എടുത്തതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ? നമ്മൾ ആ സ്റ്റഡി ആയ വാല്യൂവിൽ എത്തുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓവർ ഡാമ്പ്ഡ് എന്ന് പറയാം. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിസം ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഡാമ്പിംഗ് ടോർക്ക് എന്നുള്ളതാണ്. അതായത് ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെക്കാനിസം എന്തൊക്കെയാണെന്നുള്ളത്. 3 ടൈപ്പ് മെക്കാനിസമാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്. ഈ ഡാമ്പിങ്ങുകളാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ഇവ 3നെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടാണ്. ഇതിൽ നമ്മൾ ആദ്യം വരുന്നത് എന്താണ്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഒരു എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും, അതിൽ ആ പോയിൻ്റർ ഉണ്ട്. ആ പോയിൻ്റർ ഒരു പിസ്റ്റലുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ പിസ്റ്റൽ ഏതിലാണ്? ഒരു എയർ ചേമ്പറിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? നമ്മളാ പോയിൻ്റർ 0 നിന്ന് മൂവ് ചെയ്യും. ആ പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് മൂവ് ചെയ്യും? ആ പോയിൻ്ററുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ള പിസ്റ്റണും മൂവ് ചെയ്യും. ആ പിസ്റ്റൺ എവിടെയാണ്? എയർ ചേമ്പറിലാണ്. എയർ ചേമ്പറിലായതുകൊണ്ട് തന്നെ ആ എയറിനെ തള്ളി നീക്കിയിട്ട് വേണം ആ പിസ്റ്റണ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നു. ഈ ഫ്രിക്ഷൻ അവിടെ എന്തുമായിട്ട് ഉപയോഗിക്കുന്നത്? ഡാമ്പിംഗ് ടോർക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ടോർക്ക് എന്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും? നമ്മളെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് സാവധാനം നീങ്ങി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ആ മാഗ്നിറ്റ്യൂഡിൽ വേണ്ട വാല്യൂവിലേക്ക് എത്തുന്നു. നമുക്ക് എന്താ ഒഴിവാക്കാൻ പറ്റും? ആ ഓവർ ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഓസിലേഷൻ ഒഴിവാക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്നാണ്. അതിൻ്റെ ഫിഗർ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? സെയിം ആസ് നമ്മൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിലാകെയുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ അവിടെ എയർ ചേമ്പറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഒരു ഫ്ലൂയിഡ് നിറച്ച ടാങ്കാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പോയിൻ്റർ നീങ്ങുമ്പോൾ ആ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? ആ ഫ്ലൂയിഡിലാണ് നീങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ആ പോയിൻ്ററിൻ്റെ മോഷനെ കൺട്രോൾ ചെയ്യുന്നു. ആ ഫ്രിക്ഷൻ എന്ത് ഉപയോഗിക്കുന്നു? നമ്മൾ ഡാമ്പിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് വരുന്നതാണ് എന്ത്? എഡ്ഡി കറൻറ്റ് ഡാമ്പിംഗ്. എഡ്ഡി കറൻറ്റ് ഡാമ്പിങ്ങിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് വരുന്ന പാർട്ടുകളാണ് എന്ത്? ഒരു മാഗ്നറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ ഒരു അലുമിനിയം ഡിസ്ക് ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ പോയിൻ്റർ എന്തുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഈ അലുമിനിയം ഡിസ്കുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ഈ പോയിൻ്റർ മൂവ് ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ അലുമിനിയം ഡിസ്ക് മൂവ് ചെയ്യുന്നു. അലുമിനിയം ഡിസ്ക് എവിടെയാണ്, ആ മാഗ്നറ്റിൻ്റെ ഇടയിലാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ചേഞ്ചസ് ഉണ്ടാകുന്നു. നമ്മളെ ഫാരഡേൻ്റെ ലോ അനുസരിച്ച് എന്താണ്, എപ്പോഴാണോ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ എന്തുണ്ടാകുന്നു, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ അലുമിനിയം ഡിസ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ വേറൊരു ലോയും കൂടിയുണ്ട്, ലെൻസസ് ലോ എന്നുള്ളത്. ഈ ലെൻസസ് ലോ എന്താ പറയുന്നത്, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്തിനെ ഒപ്പോസ് ചെയ്യും, അത് ഉണ്ടാവാൻ ഉള്ള സാഹചര്യത്തെ ഒപ്പോസ് ചെയ്യും. ഇവിടെ ഈ അലുമിനിയം ഡിസ്കിൽ കറണ്ട് ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണ്, ആ അലുമിനിയം ഡിസ്ക് ഒന്ന് മൂവ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ കിട്ടിയത് കൊണ്ടാണ് അവിടെ കറണ്ട് ഉണ്ടായത്. ആ കറണ്ട് ആ റൊട്ടേഷൻ ഉണ്ടാവാൻ കാരണമായ സംഭവത്തെ അത് എതിർക്കുന്നു പറഞ്ഞാൽ എന്താണ്, ആ പോയിൻ്ററിൻ്റെ മൂവ്മെൻറ്റിനെ എതിർക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ പോയിൻ്ററിൻ്റെ മൂവ്മെൻറ്റ് സ്ലോ ആവും, നമുക്ക് എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് ആ വാല്യൂ കിട്ടും. ഇതാണ് എന്ത് എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ 3 മെക്കാനിസം പറഞ്ഞു കഴിഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്നായിരുന്നു. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് നമ്മളെന്താ പറഞ്ഞത്, ആ പോയിൻ്റർ ഒരു പിസ്റ്റൺ വഴി എയർ ചേമ്പറിലാണ് ഉള്ളത്. അപ്പോൾ ആ എയർ തള്ളി നീക്കിയിട്ട് വേണം മൂവ് ചെയ്യാൻ. ആ ഫ്രിക്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഡാമ്പിംഗ് എന്നുണ്ടെങ്കിൽ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറയും. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറഞ്ഞാലോ, നമ്മൾ ആ പിസ്റ്റന് ഒരു ഫ്ലൂയിഡിലാണുള്ളത്. അപ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ തള്ളി നീക്കിയിട്ട് വേണം ആ പിസ്റ്റൺ മൂവ് ചെയ്യാൻ. ആ ഫ്രിക്ഷൻ മൂലമുള്ളതിനെ നമ്മൾ എന്ത് പറയും, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറയും. എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഈ പോയിൻ്ററും ഒരു അലുമിനിയത്തിൻ്റെ ഡിസ്കുള്ള ആയിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അലുമിനിയം മൂവ്മെൻറ്റ് മൂലം എന്ത് ചെയ്യുന്നു, അവിടെ ഒരു എഡ്ഡി കറണ്ട് ഉണ്ടാകുന്നു. ഈ എഡ്ഡി കറണ്ട് മൂലമാണ് ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് എന്ന് പറയും. അപ്പോൾ ഇതാണ് 3 ടൈപ്പ് ഡാമ്പിങ്. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.